നീലഗിരി കുന്നുകളിലൂടെ ഏറ്റവും അധികം സഞ്ചരിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ. അത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ നീലഗിരി ബ്ലൂ മൗണ്ടൻ റെയിൽവേ തീവണ്ടിയാണ്. നീലഗിരിയുടെ സ്വന്തം സഖിയായി ഈ തീവണ്ടി മുത്തച്ഛി കുതിച്ചും കിതച്ചും ഓടാൻ തുടങ്ങിയിട്ട് 125 വർഷങ്ങൾ പൂർത്തിയായെങ്കിലും യാത്രകൾക്ക് ഇപ്പോഴും പുതിയ അനുഭവങ്ങളുടെ പ്രസരിപ്പാണ്. കാൽപ്പനികമായ ഈ ചൂളംവിളി നീലഗിരി കുന്നുകളിൽ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട് 125 വർഷങ്ങൾ പിന്നിടുകയാണ്. കുന്നുകളുടെയും താഴ്വരകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ അനുഭവിച്ച് വളഞ്ഞു പൊളഞ്ഞ വിന്റേജ് ട്രെയിൻ യാത്ര ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? ഈ യാത്രയിലുടനീളം സഞ്ചാരികൾ പ്രകൃതിയുടെ മഹത്വത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ നീലഗിരി മൗണ്ടൻ റെയിൽവേ സഞ്ചാരികൾക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് നൽകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് നീലഗിരി പർവ്വതനിര. സർവീസ് ആരംഭിച്ചിട്ട് 125 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ തീവണ്ടിയുടെ ആരാധകർ ഏറുകയാണ്. 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ട്രെയിൻ ഇന്ത്യയിലെ ഒരേയൊരു റാക്ക് റെയിൽവേയാണ്. 125 വർഷങ്ങൾ തികയുന്നതിന്റെ ഭാഗമായി പ്രത്യേക ആഘോഷ പരിപാടികൾ ദക്ഷിണ റെയിൽവേ ഒരുക്കിയിരുന്നു. I'm feeling really elated about today and we are really lucky to be here, especially on this day. We didn't know that, but yeah, we're here and we're having fun. It is fun and we were really excited and we were trying to get a ticket from a long time and finally we could. So we are really excited to travel on this day. സ്റ്റീം ലോക്കോമോട്ടീവുകൾ ഭാഗികമായി ഉപയോഗിക്കുന്ന ട്രെയിൻ ദക്ഷിണ റെയിൽവേയാണ് പ്രവർത്തിപ്പിക്കുന്നത്. മേട്ടുപ്പാളയത്ത് നിന്ന് ആരംഭിച്ച് ഊട്ടിയിലാണ് ട്രെയിൻ സർവീസ് അവസാനിപ്പിക്കുന്നത്. കൂനൂർ, വെല്ലിംഗ്ടൺ, ലൗഡെയിൽ, ഫേൺഹിൽ എന്നിവയുൾപ്പെടെ നിരവധി ഹിൽ സ്റ്റേഷനുകളിലൂടെ ഈ ട്രെയിൻ കടന്നുപോകുന്നു. ചുറ്റുപാടുകളുടെ മനോഹാരിതയിൽ മുഴുകാൻ അനുവദിച്ചുകൊണ്ട് ട്രെയിൻ പതുക്കെ പതുക്കെ കുന്നുകൾ കയറുന്നു. തുരങ്കങ്ങൾ, അഗാധമായ പർവ്വത ചെരിവുകൾ, വനപ്രദേശങ്ങളിലെ തുരങ്കങ്ങൾ എന്നിവയിലൂടെ ട്രെയിൻ കടന്നുപോകുന്നു. തീവണ്ടിപ്പാതയുടെ ആകെ ദൂരം 46 കിലോമീറ്ററാണ്. ടോപ്പ് പോയിന്റിലെത്താൻ ഏകദേശം 5 മണിക്കൂറോളം എടുക്കും. മണിക്കൂറിൽ ശരാശരി 10 കിലോമീറ്റർ വേഗതയിൽ മാത്രം സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ തീവണ്ടിയാണിത്. 125 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ തീവണ്ടി മുത്തശ്ശി ഒരു പെൺകുട്ടിയുടെ പ്രസരിപ്പോടെ കാടും മേടും കടന്ന് തന്റെ സഞ്ചാരം തുടരുകയാണ്. തന്നോടൊപ്പം യാത്ര ചെയ്യാനെത്തുന്ന പുതിയ സുഹൃത്തുക്കളെയും തേടി. PJ അരുൺ, കൈരളി ന്യൂസ്.